ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് അപ്പസ്തോലനായ വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെ തിരുനാൾ ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ അന്ത്രയോസ് ശ്ലീഹായെ, പത്രോസിനെയും അന്ത്രോസിനെയും യാക്കോവിനെയും യോഹന്നാനെയും ഒക്കെ വിളിക്കുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. അവരാണ് ആദ്യകാലത്തെ 4 ശിഷ്യന്മാർ. അവരെ ഈശോ വിളിച്ചു കഴിയുമ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് സുവിശേഷം വ്യക്തമാക്കുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഈശോയുടെ ഒരു വിളി വന്നപ്പോൾ അവർ വഞ്ചി ഉപേക്ഷിച്ചു, പിതാവിനെ ഉപേക്ഷിച്ചു, ഈശോനെ അനുഗമിച്ചു. തൽക്ഷണം എന്ന് പറയുക. ഈശോയുടെ ഒരു കോള് വന്നപ്പോൾ, ഈശോയുടെ ഒരു അനുഭവം കിട്ടിയപ്പോൾ അതുവരെ ചേർന്നിരുന്നതിന് എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശോയിലേക്ക് അവർ ചേർന്നു. വിലയുണ്ടായിരുന്നതും പ്രിയപ്പെട്ടിരുന്നതെല്ലാം ഈശോയ്ക്ക് മുമ്പിൽ അവർ മാറ്റിവെച്ചു. ഈശോ മാത്രം ഫോക്കസായി തീർന്നു. പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ നീ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ശിഷ്യന്മാരുടെ ഈ പ്രവൃത്തി സൂചിപ്പിക്കുക. ജീവിതത്തിൽ നിനക്ക് പ്രിയമാണെന്ന് തോന്നുന്നതും നിന്നോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നതെല്ലാം ഈശോ കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. അതിനെ മാറ്റി വച്ചിട്ട് ഹൃദയത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ ഈശോയെ പ്രതിഷ്ഠിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, നിന്നേക്കാളധികം പ്രാധാന്യമുള്ളതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, നിന്നേക്കാളധികം പ്രിയമുള്ളതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. നീ എപ്പോഴും ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് ഈ വ്യക്തിയോട് കൂടി ഉണ്ടായിരിക്കണമേ. ഇന്നത്തെ ദിവസത്തെ നീ കൂടെയായിരുന്നുകൊണ്ട് അനുഗ്രഹിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരും നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നിന്റെ നാമത്തിൽ ഉത്തരവുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന.